അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫൈബർ കാർബൺ ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്ന് അഴിച്ചു നോക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ക്യൂബിനുള്ളിൽ നിന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പുതിയ ക്യൂബ് വാങ്ങുമ്പോഴും നമ്മൾ ഒന്ന് അഴിച്ചു നോക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഫൈബർ കാർബൺ ക്യൂബ് നമ്മളൊന്ന് അഴിച്ചു നോക്കുകയാണ്. ഇതിനും നമ്മളത്തെ പോലെ ക്യാപ്പുകളുണ്ട്. സെൻറ്ററിൽ എപ്പോഴും നമ്മളെ ക്യാപ്പുകൾ ഉണ്ടാവും നമ്മളെ ക്യൂബിന്. നമ്മൾ ആദ്യമായിട്ട് ആ ക്യാപ്പുകൾ അഴിച്ചെടുക്കുകയാണ്. ഗ്രീൻ, റെഡ്, ബ്ലൂ, യെല്ലോ, ആൻഡ് വൈറ്റ്. അപ്പം നമ്മൾ 6 സെൻറ്റേഴ്സ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ്, ഓറഞ്ച്, ഗ്രീന്, റെഡ്, ബ്ലൂ, യെല്ലോ. അപ്പോൾ നമ്മൾ സെൻറ്റേഴ്സ് ഒക്കെ അഴിച്ചെടുത്തിന്. ഇതിൻ്റെ എല്ലാ സെൻറ്റേഴ്സിനും നമുക്ക് സ്ക്രൂ കാണാം. കാരണം ഇതൊരു ടെൻഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യൂബ് ടൈറ്റ് ആകുന്നത്. ടെൻഷൻ കുറയുന്നതിനനുസരിച്ച് ഇതേപോലെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടുമ്പോൾ മൂവ്മെന്റ് കുറച്ചുകൂടി ഫ്രീ ആവും. അപ്പോൾ ഈ ടെൻഷനിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്യൂബ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ക്യൂബ് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ക്രൂ നമ്മൾ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് മൊത്തത്തിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യൂബ് ഡിസ്മാൻഡിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സെൻറ്ററിൻ്റെ ക്യൂബ് അഴിച്ചെടുത്തിട്ടുണ്ട് പീസ്. അപ്പോൾ നമ്മൾ ആ സ്ക്രൂവും നമ്മുടെ ആ ക്യാപ്പും കൂടി അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു സ്പ്രിങ് ഉണ്ടാവും. ഈ സ്പ്രിങ്ങിലാണ് ഇത് മൊത്തം നമ്മളെ ഇതിൻ്റെ ക്യൂബിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അതിൻ്റെ ഒരു ക്യാപ്പും ഉണ്ടാവും. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഈ കളറിൻ്റെ ഏത് കളറാണോ വരുന്നത് സെൻറ്റർ വരുന്നത് അതിൻ്റെ ക്യാപ്പും നമ്മൾ പ്ലേസ് ചെയ്യും. കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ലെയർ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പീസുകളൊക്കെ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ക്യൂബിലിയോ സൈറ്റിൽ ഓൾവേസ് നല്ല ക്വാളിറ്റി ഉള്ള ക്യൂബ്സ് ആണ് വരുന്നത്. ഇത് വന്നിട്ട് 3 പീസുകളായിട്ടാണ് വരുന്നത്. മൂന്ന് കളേഴ്സ് മാച്ച് ആകുന്നത് 3 പീസുകൾ കോമ്പിനേഷൻ ആണ്. നമുക്കിതൊന്ന് അയച്ചു നോക്കാം. ഇതേപോലെ 3 കളേഴ്സുകൾ മാച്ച് ചെയ്ത് വരുന്നതാണ് അല്ലേ. ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ. ഇതേപോലെ ഇത് മാച്ച് ചെയ്ത് വരുന്നതാണ് പീസുകൾ. പിന്നെ അതേപോലെ സൈഡ് പീസുകളുണ്ട് 2 കളേഴ്സ് ഉള്ളത്. അതും നല്ല ക്വാളിറ്റി ഉണ്ട്. പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സെക്കൻഡ് ലെയർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ലെയറിൻ്റെ പീസുകളൂടി നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ കോറ്. സാധാരണ ക്യൂബിലുള്ള പോലെ തന്നെയാണ്. കാർബൺ ഫൈബർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളെ ഇതിലൊന്നും കാണുന്നില്ല. ഈ ഒരു സെന്ററിലുള്ള ഒരു സ്റ്റിക്കർ കാണിച്ചിട്ടാണ് അവർ ഈ കാർബൺ ഫൈബർ എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ബാക്കിയുള്ള ഈ പീസുകളിലൊന്നും നമുക്ക് ഈ പീസിൻ്റെ ഉള്ളിലൊക്കെ പക്ക പ്ലാസ്റ്റിക് ആണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും കാർബൺ ഫൈബർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ പുറമുള്ള ഒരു സ്റ്റിക്കേഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു ഇവർ കാർബൺ ഫൈബർ എന്ന്. ശരിക്കും നമ്മുടെ കാർബൺ ഫൈബർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് ആണ്. കാർബൺ ഫൈബർ ആയിരിക്കണം അതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒരു കോട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാർബൺ ഫൈബറിൻ്റെ പീസുകൾ, കോറുകൾ, സെൻറ്റർ പീസുകളൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ക്യൂബ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.